എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ കോൺക്രീറ്റിൽ എന്തിനാണ് സ്റ്റീൽ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു നോളജാണ്. കോൺക്രീറ്റ് സാധാരണ കംപ്രഷനും ടെൻസൈലും എടുക്കും റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. അപ്പം നമ്മൾ ഈ ടെൻസൈൽ ഫോഴ്സ് എടുക്കാനാണ് സ്റ്റീൽ ഉപയോഗിക്കുന്നത്. ടെൻസൈൽ ഫോഴ്സ് പറഞ്ഞാൽ നമ്മളിങ്ങനെ വലിമ്പുള്ള ഫോഴ്സാണ് ടെൻസൈൽ ഫോഴ്സ്. പിന്നെ നമ്മളിങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ കംപ്രസ് ചെയ്യുമ്പോഴുള്ള ഫോഴ്സാണ് കംപ്രസീവ് ഫോഴ്സ്. അപ്പോൾ അങ്ങനെ വലിക്കുമ്പോഴുള്ള ടെൻസൈൽ ഫോഴ്സ്. ഇങ്ങനെ വലിക്കുമ്പോഴുള്ള ഫോഴ്സിനെ എടുക്കാനാണ് നമ്മൾ കോൺക്രീറ്റിൽ സ്റ്റീൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലാബിലും എല്ലാത്തിലും സ്റ്റീൽ കൊടുക്കുന്നത് എന്ത് ഫോഴ്സ് എടുക്കാനാണ്? ടെൻസൈൽ ഇങ്ങനെ വലിക്കണ ഫോഴ്സ് എടുക്കാനാണ് നമ്മൾ കോൺക്രീറ്റിൽ സ്റ്റീൽ കൊടുക്കുന്നത്. പിന്നെ ഇത് ഒരു ഫോഴ്സും കൂടി എടുക്കും, ഷിയർ ഫോഴ്സ് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കത്രിയായിട്ട് മുറിക്കൂലേ, ആ ഒരു ഫോഴ്സാണ് ഷിയർ ഫോഴ്സ്. അങ്ങനത്തെ ഒരു ഫോഴ്സും കൂടി എടുക്കും. അപ്പോൾ അങ്ങനത്തെ രണ്ട് ഫോഴ്സ് എടുക്കാനാണ്, ടെൻസൈലും ഷിയർ ഫോഴ്സ് എടുക്കാനാണ് നമ്മൾ കോൺക്രീറ്റിൽ സ്റ്റീൽ ഉപയോഗിക്കുന്നത്. ഒരു ബേസിക് ആയിട്ടുള്ള അതിനാണ് നമ്മൾ സ്റ്റീൽ ഉപയോഗിക്കുന്നത്. നമുക്ക് അടുത്തതായി നമുക്ക് സ്ലാബിനെ കുറിച്ച് സ്ലാബ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്ലാബിൽ എങ്ങനെ നമ്മൾ സ്റ്റീൽ ഇടണം എത്ര, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത് എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.